സംസ്കൃതദ്വാര അല്ലെങ്കിൽ സഹസ്രനാമദ്വാര സംസ്കൃത പഠനം അഥവാ സംസ്കൃതദ്വാര സഹസ്രനാമ പഠനം ഇതോपि शक्यते. അവിടെ നമ്മളിപ്പോ സഹസ്രനാമം കുറച്ചായി. അടുത്തത് ലോകാധ്യക്ഷ എന്നു മുതൽക്കുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹ ചതുർദംഷ്ട്ര ചതുർഭുജ. ഇതാണ് അവിടെ ലോകാധ്യക്ഷ സുരാധ്യക്ഷ ധർമാധ്യക്ഷ കൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹ ചതുർദംഷ്ട്ര ചതുർഭുജ. ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം ലോകാധ്യക്ഷ. ലോകാധ്യക്ഷ എന്നുള്ള പദമാണ്. ലോകാധ്യക്ഷ എന്ന് പറയുമ്പോൾ അതിന്റെ വാക്കിന്റെ അർത്ഥം ലോകത്തിന്റെ അധ്യക്ഷൻ എന്നാണ്. ലോകത്തിന്റെ അധ്യക്ഷൻ, ലോകത്തിന് മുഴുവനായിട്ടും അധ്യക്ഷനായിട്ടുള്ള ആള്. അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കാര്യങ്ങളൊക്കെ അധ്യക്ഷന്റെ ഉത്തരവാദിത്തങ്ങൾ നമുക്കറിയാലോ. ഒരു സഭയാണെങ്കിൽ ആ സഭ നിയന്ത്രിക്കുക, അതൊക്കെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണല്ലോ. അതേപോലെ തന്നെ ആണ് ലോകാധ്യക്ഷ. ലോകത്തിന്റെ മുഴുവൻ അധ്യക്ഷനാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ അനുഭവം വെച്ചാൽ അങ്ങനത്തെ അനുഭവങ്ങളല്ല, എല്ലാവർക്കും അനുഭവപ്പെടുന്നതായിട്ടുള്ള പല പല മേഖലകളുണ്ടാവും. ആ മേഖലകളുടെ മുഴുവൻ അധ്യക്ഷനായിട്ടുള്ളയാള്, എല്ലാ ലോകങ്ങളെയും നിയന്ത്രിക്കുന്നയാള്. പിന്നെ അവസാനം യോഗം പിരിച്ചു വിടുന്നതും ഇയാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെതായ സൃഷ്ടി സമാഹാരത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനാണ് ലോകാധ്യക്ഷൻ എന്നുള്ളത്. അവിടെ സാധാരണ അധ്യക്ഷൻ എന്തൊക്കെയാ ചെയ്യാം? ഒരു യോഗത്തിൽ എന്തൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കും, അതിനുള്ള അജണ്ടകൾ തീരുമാനിക്കും, ആ അജണ്ടകൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തും. അതില് എപ്പോഴും വേണമെങ്കിലും തിരുത്താനുള്ള അധികാരമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് യോഗമൊക്കെ കഴിഞ്ഞാൽ യോഗം പിരിച്ചുവിടുക, ഇതൊക്കെ ഒരു അധ്യക്ഷന്റെ ചുമതലയാണല്ലോ യോഗത്തില്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചം ആകുന്ന ലോകം, ആ ലോകത്തില് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണോ അതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അധ്യക്ഷൻ, ലോകാധ്യക്ഷൻ. അവിടെ ഓരോരോ വ്യക്തികളും അവർക്കൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ തോന്നും. അപ്പോ അതിലൊന്നും ഇടപെടാൻ പറ്റില്ല. ഈ ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ അതിലൊക്കെ മൂന്ന് ലോകങ്ങളുടെയും രാജാവ്, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ആളാണ് ലോകാധ്യക്ഷ എന്നുള്ളത്. ലോകാധ്യക്ഷ, ലോകസ്യ അധ്യക്ഷ, അകാരാന്തായിട്ടുള്ള രൂപമാണ്. ലോകാധ്യക്ഷായ എന്ന് വരും. ലോകാധ്യക്ഷായ നമഃ എന്ന് രൂപം കിട്ടും. ലോകാധ്യക്ഷ. അടുത്തത് സുരാധ്യക്ഷ. ലോകാധ്യക്ഷ കഴിഞ്ഞാല് അടുത്തത് സുരാധ്യക്ഷ, സുരന്മാരുടെ അധ്യക്ഷൻ. സുരന്മാര് എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ഈശ്വരൻ എന്നുള്ള അർത്ഥമാണ്. സുരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. സുരന്മാരുടെ അധ്യക്ഷൻ, ദേവന്മാരുടെ അധ്യക്ഷൻ. ദേവന്മാര് എന്ന് പറഞ്ഞാല് പിന്നെ ഈ അസുരന്മാരുടെയൊക്കെ എതിരാളികളാണല്ലോ ദേവന്മാര്. അപ്പോ ഈ ദൈത്യന്മാര്, അസുരന്മാരൊക്കെ
പിന്നെ ഭീഷണിപ്പെടുത്തുക, ആക്രമണം ചെയ്യുക ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ ആശ്രയമായിട്ട് ഉള്ളയാള്. നമുക്ക് ഉള്ളിലൊക്കെ ഓരോരുത്തരുടെയും ഉള്ളില് നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ പോസിറ്റീവ് ആക്കുന്നയാള്. അങ്ങനെയുള്ള സുരന്മാരുടെ അധ്യക്ഷൻ. സുരന്മാർക്ക് അടക്കം അർത്ഥം. സുരന്മാര് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തെ പറയണമെന്നൊന്നുമില്ല. നമ്മളിലൊക്കെ ഓരോരോ സുരഭാവങ്ങളുണ്ട്. ആ ഭാവത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ അവിടെ നമുക്ക് അധ്യക്ഷനായിട്ട് അതിനെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആളാണ്. നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു പോരായ്മ നമ്മുടെ മാനസികമായിട്ടൊക്കെ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ആളാണ്. അതൊക്കെയാണ് യോഗാധ്യക്ഷ, സുരാധ്യക്ഷ. അത് കഴിഞ്ഞാൽ പിന്നെ യോഗാധ്യക്ഷ, സുരാധ്യക്ഷ, ധർമാധ്യക്ഷ. ധർമ്മത്തിന്റെ അധ്യക്ഷനാണ്. ധർമ്മത്തിന് അധ്യക്ഷനായിട്ടുള്ള ആളാണ്. ധർമ്മസ്യ അധ്യക്ഷ, ധർമാധ്യക്ഷനാണ്. ധർമ്മങ്ങള് എന്ന് പറഞ്ഞാല് പിന്നെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഓരോരോ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനൊക്കെ നിയന്ത്രിക്കുന്ന, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണം ചെയ്യുന്നയാള്. നന്മ തിന്മ അതൊക്കെ മനസ്സിലാക്കി തരുന്നയാള്. നമ്മുടെ ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ഇവയ്ക്കൊക്കെ, ഇതിൻ്റെയൊക്കെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതൊക്കെ പ്രകാശിപ്പിക്കുന്ന ഒരേ ഒരു ആള്. അത് പവിത്രമായിട്ടുള്ളതാണ്, ഏറ്റവും പവിത്രമായിട്ടുള്ള. അതാണ് ധർമാധ്യക്ഷ എന്നുള്ള ഇത് പറയാൻ കാരണം. ഇപ്പൊ ലോകാധ്യക്ഷ, അപ്പൊ അതും അധ്യക്ഷ എന്നുള്ളത് അധ്യക്ഷായ എന്ന് വരും. നേരത്തെ ഏത് അധ്യക്ഷന എന്നുള്ളതിനായാലും ലോകാധ്യക്ഷനായാലും ലോകാധ്യക്ഷായ, സുരാധ്യക്ഷനാണെങ്കിൽ സുരാധ്യക്ഷായ, ധർമാധ്യക്ഷ എന്നാകുമ്പോൾ ധർമാധ്യക്ഷായ എന്ന് വരും. പിന്നെ കൃതാകൃത അടുത്തത്. അപ്പൊ ഇതൊക്കെ അകാരാന്താണ്. ഇപ്പോ അധ്യക്ഷായ എന്നുള്ള രൂപം വരും. അടുത്തത് കൃതാകൃത. കൃതാകൃത, കൃത അകൃതം. കൃതം എന്ന് പറഞ്ഞാൽ ചെയ്തത്, അകൃതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടാത്തത്. അതാണ് സാമാന്യമായിട്ട് കൃതാകൃത എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് വരിക. അപ്പോ കൃതം ചെയ്തിരിക്കുന്നത്, അതായത് പ്രകടമായിട്ട് ഉള്ളത് എന്നർത്ഥം. പ്രകടമാവാത്തതുണ്ട്, അല്ലെങ്കിൽ പ്രകടമായി തീരാത്തതുണ്ട്. അതാണ് അകൃതം. കൃതം അകൃതം. ഈ ചിലത് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണെങ്കിലും ചിലത് ഈ പ്രകടമായിട്ട് ഉണ്ടാവില്ല, പക്ഷെ അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാവില്ല. അതാണ് കൃതം അകൃതം. എല്ലാ തരത്തിലുള്ള ഫലങ്ങളെ, സൃഷ്ടാവിന്റെ പ്രവർത്തനങ്ങളില്, സൃഷ്ടികളില് ചിലത് പ്രകടമായിട്ടുണ്ടാവും, ചിലത് പ്രകടമായിട്ടുണ്ടാവില്ല. അപ്പൊ ആ എല്ലാം ഉൾപ്പെടുന്ന അർത്ഥം കൃതം അകൃതം. ഈ ആ അകൃതം എന്ന് പറഞ്ഞത് നമുക്ക് ഇപ്പോഴും ചിലപ്പോ പ്രവൃത്തിയിൽ വരാത്തത് കൊണ്ട് നമുക്ക് അറിയുണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെയാണ്. അപ്പൊ അതിന്റെയൊക്കെ ആള് എന്നർത്ഥം. ഇപ്പോ നമ്മളിപ്പോ പറയാം, പിന്നെ ആത്മാവ് എന്നുള്ള ഒരു സംഭവം. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ പരമാത്മാവിനെ അല്ലാത്ത തന്നെ ആത്മാവ്, അല്ലെങ്കിൽ ഈ അതിന്റെ തന്നെ വകഭേദമായിട്ട് വരുന്ന ചിലപ്പോ ഓരോരോ അവസ്ഥകളുണ്ട്. പ്രേതാവസ്ഥ എന്നൊക്കെ പറഞ്ഞ ഓരോ അവസ്ഥകളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാവാത്തതാണ്. അപ്പോ അത് തന്നെയാണ് കൃതത്തിനും അകൃതത്തിനും. അതിന്റെയൊക്കെ ആള് കൃതാകൃത. പിന്നെയുള്ളത് അകൃതാകൃത, അതും അകാരാന്താണ്. ഇപ്പൊ കൃതാകൃതായ എന്ന് രൂപം വരും. കൃതാകൃതായ. പിന്നെയുള്ളത് ധർമാധ്യക്ഷ, കൃതാകൃത. ചതുരാത്മാ. ചതുരാത്മാ, ചതുരാത്മാ. അതായത് നമ്മുടെ ആത്മാവ്, ആ ആത്മാവിന്റെ അതിനൊരു മഹത്വമുണ്ട്, അതിനൊരു ഐശ്വര്യമുണ്ട്, വിഭൂതി. അതിനെ നാലായിട്ട്
വേർതിരിക്കുക, നാലായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോ ആ എന്തൊക്കെയാണ് ആ ആത്മാവിന് 4 തരത്തിലുള്ള സൃഷ്ടി ഉണ്ട്, നിലനിൽപ്പുണ്ട്, സംഹാരം. പിന്നെ അതുപോലെ തന്നെ ഇവയുടെയൊക്കെ ഈ കളി ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള അവശ്യ ഘടകങ്ങൾ, അങ്ങനെയുള്ള ആ മഹത്വങ്ങൾ, ഇതൊക്കെയാണ് 4ആയിട്ട് ഇതിനെ വന്നിട്ടുള്ളത്. അതായത് സൃഷ്ടി, നിലനിൽപ്പ്, സംഹാരം, പിന്നെ ഇത് തുടരാനുള്ള ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. സാധാരണ നിലയ്ക്ക് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയും. പിന്നെ ഇതിന്റെ ഇടയിലുള്ള കുറെ സംഗതികളുണ്ട് ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട്. സൃഷ്ടിയിൽ നിന്നും സ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ, സൃഷ്ടിക്കപ്പെട്ടിട്ട് അതിങ്ങനെ നിലനിർന്നു പോകണമെങ്കിൽ അതിനെ യോജിപ്പിക്കുക. അതുപോലെ സ്ഥിതിയിൽ നിന്ന് സംഹാരത്തിലേക്ക് ഇതിനെ യോജിപ്പിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒന്ന്. അപ്പൊ അങ്ങനെ 4 തരത്തിലുള്ള ഭാവങ്ങൾ, അതാണ് ചതുരാത്മാ. ഇതിനൊക്കെയുള്ള കാരണക്കാരനായിട്ടുള്ള ആളെന്ന് ഒരർത്ഥം പറയാം. പിന്നെ ഇത് ദ്വൈതം ആയിട്ടുള്ള, അത് ദ്വൈതം എന്നുള്ളത് സാധാരണ നിലയ്ക്ക് യാഥാർത്ഥ്യമാണോ അല്ലയോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്ഥൂലം, സൂക്ഷ്മം, കാരണശരീരങ്ങള്, എല്ലാ വിഭൂതികള്, സൂക്ഷ്മ പ്രപഞ്ചം, സ്ഥൂല പ്രപഞ്ചം, ഇതൊക്കെ ഒരു ആത്മാവിന്റെ മഹത്വങ്ങളായിട്ട് പറയും. അപ്പൊ അതിനൊക്കെ അതീതൻ. 4 അവസ്ഥകൾ സാധാരണ പറയും. നമുക്കൊക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള ഈ അവസ്ഥകളുണ്ട്. അതായത് പിന്നെ ആത്മാവിനുണ്ടാകുന്ന പല പല അവസ്ഥകളായി പറയുന്നത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, അതിന്റെ അപ്പുറത്തായിട്ട് തുരീയം എന്നുള്ളൊരവസ്ഥയും കൂടി. ഈ അവസ്ഥയെ പോലും കടന്ന എന്നുള്ള അർത്ഥം. ഈ ആത്മാവിന്റെ തന്നെ ഈ 4 അവസ്ഥകളെയും കടന്ന. അപ്പൊ തുരീയം എന്നുള്ളത് വളരെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ യോഗികൾക്കൊക്കെ സാധിക്കും. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി വരെ കഷ്ടിച്ച് നമുക്കൊക്കെ സാധിക്കും. യോഗികളാകുമ്പോൾ ചിലപ്പോ തുരീയത്തിലേക്ക് എത്താൻ സാധിക്കും. അതിനും അതീതമായിട്ടുള്ള അവസ്ഥയാണ് തുരീയാതീതം എന്നത്, ആ അവസ്ഥ. അപ്പൊ 4 അവസ്ഥയ്ക്കും അപ്പുറത്തുള്ള ആള് എന്നർത്ഥം. തുരീയാതീതൻ, അത് തന്നെയാണ് ചതുരാത്മാ. ഇങ്ങനെയുള്ള 4 അവസ്ഥകൾ. ഇങ്ങനെ പല പല അർത്ഥത്തിലും ഇതിനെ പറയാറുണ്ട് എന്ന് മാത്രം. ഏതായാലും നമുക്ക് എളുപ്പത്തിന് ഈ 4 അവസ്ഥകൾ കരുതുകയാണ് എളുപ്പം ഉണ്ടാവുക. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സൃഷ്ടിസ്ഥിതി സംഹാരവും അതിനെ ബന്ധിപ്പിക്കുന്ന വിഷയങ്ങളും, ഈ 4 വിഷയങ്ങളിൽ അതിനും അതീതമായിട്ട് നിൽക്കുന്ന എന്നർത്ഥം. അത് കേൾക്കും, ചതുരാത്മാ. അപ്പൊ ആത്മാ എന്നുള്ളത് നകാരാന്തായത് കൊണ്ട് തന്നെ അത് ചതുരാത്മനെ എന്ന് വരും. ചതുരാത്മനെ നമ എന്ന് വരും. പിന്നെ ചതുർവ്യൂഹ, ചതുരാത്മാ, യോഗാധ്യക്ഷ, സുരാധ്യക്ഷോ, ധർമാധ്യക്ഷ, കൃതാകൃത, ചതുരാത്മാ. അടുത്തത് ചതുർവ്യൂഹ. ചതുർവ്യൂഹ, വ്യൂഹം. ചതുർ 4, വ്യൂഹം. വ്യൂഹങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ഓരോരോ ഭാഗത്തും ഉള്ള ഈ കൂട്ടമായിട്ട് നിന്നിട്ടുള്ളതിനെയാണ് വ്യൂഹം എന്ന് പറയും. 4 ഓരോ തരത്തിൽ ശക്തികളായിട്ട് പ്രവർത്തിക്കുന്ന അനുഭവങ്ങളുടെ ലോകം ഉണ്ടാക്കിക്കൊണ്ട് 4 അവസ്ഥകളിലും സൃഷ്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിന്റെ വിഷയം ആയിട്ട് വരുമ്പോൾ 4 അവസ്ഥകൾ പറയാറുണ്ട്. മഹാവിഷ്ണു തന്നെ 4ആയിട്ട് മാറിയിട്ട് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇങ്ങനെ 4ആയിട്ട് വേർതിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള 4 ശക്തികൾ, ഇതൊക്കെ ഈ സൃഷ്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഈ 4 ശക്തികൾ. അപ്പോൾ ആ 4 ശക്തികളെയും ഉൾക്കൊള്ളുന്നയാള് അതാണ് മഹാവിഷ്ണു. അതാണ് ചതുർവ്യൂഹ. വ്യൂഹ എന്നുള്ളത് അകാരാന്തായതുകൊണ്ട് ചതുർവ്യൂഹായ എന്ന് വരും. ചതുർവ്യൂഹായ. അടുത്തത് ചതുർദംഷ്ട്ര. 4 ചതുർ 4 ദംഷ്ട്ര. ദംഷ്ട്രം എന്ന് പറഞ്ഞാൽ തേറ്റപ്പല്ല് എന്നൊക്കെ പറയാറുണ്ടല്ലോ.
അവിടെ സാധാരണ മാംസങ്ങളൊക്കെ ഭക്ഷിക്കുന്ന മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളിൽ ഒക്കെയാണ് ഈ തേറ്റയൊക്കെ ഉണ്ടാവുക. അത് മുകളിലും താഴെയുള്ള അതിൽ കുറച്ചൊന്ന് വികസിച്ചതുപോലെയുള്ള അതിനെയാണ് ദംഷ്ട്ര എന്ന് പറയുക. അപ്പൊ അത് ഭഗവാന് ഉണ്ട്. ഭഗവാൻ അങ്ങനെയുള്ള രൂപം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴാണ് നരസിംഹ രൂപത്തിലൊക്കെ ദംഷ്ട്ര ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലതിനുമുണ്ട്. പിന്നെ ഇന്ദ്രന്റെ ഐരാവതത്തിന് 4 കൊമ്പുണ്ട് എന്ന് പറയാറുണ്ട്. ഐരാവതത്തിന് 4 കൊമ്പുണ്ട് എന്ന് പറയാറുണ്ട്. സാധാരണ 2 കൊമ്പല്ലേ പറയാ. ഇത് ഐരാവതത്തിന് 4 കൊമ്പുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അതെന്താന്ന് വിചാരിച്ചാൽ അത് പിന്നെ പ്രാധാന്യം കൂടുതലുള്ളതാണ്. സാധാരണ ആനകളിൽ നിന്നും പ്രാധാന്യം കൂടുതലുള്ളതാണ് ഐരാവതം. അതേപോലെ തന്നെ മഹത്വം കൂടുതലുള്ളതാണ്. അതിന് ഈ പ്രാധാന്യം കിട്ടാനുള്ള കാരണം മഹാവിഷ്ണു ആണെന്ന് പറയുന്നു. 4 കൊമ്പുകള് എന്ന് പറഞ്ഞാല് 4 പാദങ്ങള് എന്ന് വേണേ പറയാം. സാധാരണ ശ്ലോകങ്ങളൊക്കെ വരുമ്പോൾ 4 പാദങ്ങള്, 4 കാലുകള് ശ്ലോകത്തിനാകുമ്പോൾ 4 പാദങ്ങൾ എന്ന് പറയും. ഇനിയിപ്പോ സാധാരണ ആകുമ്പോൾ ധർമ്മ എന്ന് തുടങ്ങിയിട്ടുള്ള 4 കാലുകളാണ് ഉള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട്. ചതുഷ്പാത്ത് ആയിട്ടുള്ള. അപ്പൊ അതിന്റെയൊക്കെ ആള് എന്നർത്ഥം. അതാണ് ചതുർദംഷ്ട്ര. പിന്നെ ചതുർഭുജ, 4 കൈകളോട് കൂടിയ ആള്. സാധാരണ തന്നെ ചതുർഭുജൻ എന്നുള്ള ഒരു പേര് മഹാവിഷ്ണുവിനുണ്ട്. 4 കൈകളുള്ള ആള്. ചക്രം, ശംഖ്, ഗദ, പത്മം, ഇങ്ങനെ 4 ആയുധങ്ങൾ ധരിച്ചിട്ടുള്ള 4. ഇതൊക്കെ ഓരോരോ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ആയുധങ്ങളൊക്കെ മഹാവിഷ്ണുവിന്റെ കയ്യിൽ ഉള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഓരോരോ കാര്യത്തിനാണ്. അതിന്റെ എന്തൊക്കെയാണെന്നുള്ള ഇങ്ങനെ പറയുന്നുണ്ട്. പാഞ്ചജന്യം, ശംഖിന്റെ മനസാക്ഷി കൊണ്ട് ആന്തരികമായിട്ടുള്ള ശബ്ദം, അത് പാഞ്ചജന്യമായ ശംഖിന്റെ ശബ്ദം കേൾക്കാൻ വിസമ്മതിക്കുന്നു. അതിനാൽ അവൻ ഗത പ്രയോഗിക്കുന്നു. നമ്മുടെ ഇന്ത്യ എഴുതിയതാണ് ഞാൻ വായിക്കുന്നത്. നമ്മുടെ സുഗമമായ അസ്തിത്വത്തിൽ സാമുദായിക, സാമൂഹിക അല്ലെങ്കിൽ ദേശീയ ചെറിയ വിപത്തുകളും ദാരുണമായ ഞെട്ടലുകളും അനുഭവിക്കേണ്ടി വരുന്നു. വ്യക്തി ഇപ്പോഴും കാലചക്രമായ ശംഖിന്റെ വിളി കേൾക്കുന്നില്ലെങ്കിൽ ചക്രം മുഴുവൻ നശിപ്പിക്കുന്നു. ആഹ്വാനവും ശിക്ഷയും എല്ലാം മനുഷ്യനെ അവന്റെ കയ്യിലുള്ള താമര പ്രതിനിധീകരിക്കുന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഏതായാലും അതെന്തും ആയിക്കോട്ടെ, ഈ 4 ആയുധങ്ങളുടെയും ഉദ്ദേശങ്ങൾ പറഞ്ഞതാണ്. ഓരോന്നും നമ്മുടെ മാനസികമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള വ്യാപാരങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ അതിനെ ചിലതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒക്കെ സാധിച്ചില്ലെങ്കിൽ ആ ചക്രായുധം വന്നിട്ട് അതിന് തടസ്സമായിട്ടുള്ളതിനെയൊക്കെ നശിപ്പിച്ച് നമ്മളെ നല്ല വഴിക്ക് ആക്കി. അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള 4 ആയുധങ്ങളോട് കൂടിയ എന്നർത്ഥം. ഏതായാലും നമുക്ക് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അപ്പൊ അവിടെ നമ്മളിപ്പോ ചതുർഭുജ എന്നാണ് പറഞ്ഞത്. ഭുജ എന്നുള്ളതും അകാരാന്തമായതുകൊണ്ട് ചതുർഭുജായ എന്ന് വരും. അപ്പൊ നമുക്കിത് ഒന്ന് ചൊല്ലിപ്പഠിക്കാം. ലോകാധ്യക്ഷ, സുരാധ്യക്ഷ, ലോകാധ്യക്ഷ, സുരാധ്യക്ഷ, ലോകാധ്യക്ഷ, സുരാധ്യക്ഷ, ലോകാധ്യക്ഷ എന്നുള്ള വിസർഗം സകാരായിട്ട് ലോകാധ്യക്ഷ സ്, പിന്നെ സുരാധ്യക്ഷന്റെ കൂടെ കൂടുമ്പോൾ സുനാവും. ലോകാധ്യക്ഷ, സുരാധ്യക്ഷ, ലോകാധ്യക്ഷ, സുരാധ്യക്ഷ. അവിടെ സുരാധ്യക്ഷ എന്നുള്ള വിസർഗം ഓ എന്നായിട്ട് മാറും. വിസർഗത്തിന് ഓ വന്നിട്ട് സുരാധ്യക്ഷോ എന്നാവും. അപ്പൊ ലോകാധ്യക്ഷ, സുരാധ്യക്ഷോ, ലോകാധ്യക്ഷ, സുരാധ്യക്ഷോ,
ലോകാധ്യക്ഷ സുരാധ്യക്ഷോ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ലോകാധ്യ എന്നുള്ള അക്ഷരം ആണ് ധ്യ. ലോകാധ്യക്ഷ കിഷ് ആ വിസർഗം. ലോകാധ്യക്ഷസുരാധ്യക്ഷോ. അടുത്തത് ധ. അക്ഷരങ്ങൾ കുറച്ച് കടുപ്പമുള്ളതാണ്, ഘോഷാക്ഷരാണ്. ധ ർമാ ധ്യ ക്ഷ വിസർഗം. ക്ഷ ധർമാധ്യക്ഷ. കൃതാകൃത ധർമാധ്യക്ഷ. കൃതാകൃത ധർമാധ്യക്ഷ. കൃതാകൃത ധർമാധ്യക്ഷ. കൃതാകൃത ധർമാധ്യക്ഷ. കൃതാകൃത. ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷ. കൃതാകൃത. ചതുരാത്മാ ചതുർവ്യൂഹ. ചതുരാത്മാ ചതുർവ്യൂഹ. ചതുരാത്മാ ചതുർവ്യൂഹ. ചതുരാത്മാ ചതുർവ്യൂഹ. ചതുരാത്മാ ത്മാ എന്നുള്ള അക്ഷരം. ചതുരാത്മാ. ചതുർവ്യൂ വ്യൂ എന്നുള്ള അക്ഷരം. ചതുർവ്യൂഹ. ചതുരാത്മാ ചതുർവ്യൂഹ. അടുത്തത് ചതുർ. ശ്രദ്ധിക്കണം. ചതുർ ദംഷ്ട്ര വിസർഗം. ചതുർദംഷ്ട്ര. 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 ചതുർഭുജ. ചതുർദംഷ്ട്രസ്. അവിടെ ദംഷ്ട്ര എന്നുള്ള വിസർഗം ശകാരായിട്ടാ മാറുക. ചതുർദംഷ്ട്രസ്. ചതുർഭുജ. ചതുർദംഷ്ട്രസ്. ചതുർഭുജ. ചതുർദംഷ്ട്രസ്. ചതുർഭുജ. ചതുരാത്മാ ചതുർവ്യൂഹ. ചതുർദംഷ്ട്രസ്. ചതുർഭുജ. ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷ. കൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹ. ചതുർദംഷ്ട്രസ്. ചതുർഭുജ. ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷ. കൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംഷ്ട്രസ്. ചതുർഭുജ. 15 എണ്ണം ആയി.
ഇനി 16-ാമത്തത് ഭ്രാജിഷ്ണു ഭോജനം ഭോക്താ സഹിഷ്ണു ജഗദാദിജ അനഘ വിജയ ജേതാ വിശ്വയോനി പുനർവസു. അവിടെ ഭ്രാജിഷ്ണു ഭ്രാ ഭ്രാ ഭകാരം ഘോഷാക്ഷരാണ്. ഭ്രാജിഷ്ണു 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 എന്ന് വിസർഗമാണ്. അത് വിസർഗം എന്നായിട്ട് മാറിയിട്ട് എന്ന് വരും. അപ്പൊ ഭ്രാജിഷ്ണു വിസർഗം ഉള്ളത് എന്നാകുമ്പോ ഭ്രാജിഷ്ണുർ. പിന്നെയും ഭോജനം ഭ എന്നുള്ളത് ഘോഷാക്ഷരാണ്. ഭോജനം ഭ്രാജിഷ്ണുർ ഭോജനം. ഭ്രാജിഷ്ണുർ ഭോജനം. അടുത്തത് ഭോക്താ 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 ഭ്രാജിഷ്ണുർ ഭോജനം ഭോക്താ. ഭോക്ത എന്നാണ്. ഭ്രാജിഷ്ണുർ ഭോജനം ഭോക്താ. പിന്നെ സഹിഷ്ണു എന്നാണ്. സഹിഷ്ണു വിസർഗം സഹിഷ്ണു. ആ വിസർഗം എന്നായിട്ട് മാറും. അപ്പൊ സഹിഷ്ണുർ 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 ജഗദാദിജ ജഗദാദിജ വിസർഗം ജഗദാദിജ 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 സഹിഷ്ണുർ ജഗദാദിജ സഹിഷ്ണുർ ജഗദാദിജ. സഹിഷ്ണുർ ജഗദാദിജ. ഭ്രാജിഷ്ണുർ ഭോജനം ഭോക്താ. സഹിഷ്ണുർ ജഗദാദിജ. അനഘ എന്നാണ്. അനഘ വിസർഗാണ്. അത് ആ വിസർഗം ഓ എന്നായിട്ട് അനഘോ. ഘ എന്നുള്ളത് ഘോഷാക്ഷരാണ്. അനഘ അനഘോ. അടുത്തത് വിജയ എന്നാണ്. ആ വിസർഗം ഓകാരാവും. അപ്പൊ വിജയോ. അനഘോ വിജയോ. അനഘോ വിജയോ. ജേത 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 ജേത. അനഘോ വിജയോ ജേത. അനഘോ വിജയോ ജേത. വിശ്വയോനി 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 വിശ്വയോനി. പുനർവസു പുനർവസു വിസർഗം പുനർവസു.
വിശ്വയോനി പുനർവസു. വിശ്വയോനി പുനർവസു. വിശ്വയോനി പുനർവസു. അനഘോ വിജയോ ജേത. വിശ്വയോനി പുനർവസു. ഭ്രാജിഷ്ണുർഭോജനം ഭോക്താ. സഹിഷ്ണുർജഗദാദിജ. അനഘോ വിജയോ ജേത. വിശ്വയോനി പുനർവസു. അപ്പൊ ഇനി ഓരോന്നിന്റെ ആയിട്ട് അർത്ഥം നോക്കാം. ആദ്യം ഭ്രാജിഷ്ണുർ എന്നാണ്. ഭ്രാജിഷ്ണു എന്ന് പറഞ്ഞാല് ഈ ഭ്രാജത, ശോഭിക്കുന്ന എന്നൊക്കെ അർത്ഥം. അതായത് സ്വയം തന്നെ പ്രകാശിക്കുന്ന. അതിന് വേറൊരു കാരണക്കാരനില്ല. വേറൊന്നിന്റെ അകത്തുനിന്ന് അതിന്റെ ശക്തി കൊണ്ട്. ഇപ്പോ ചന്ദ്രനെ പറ്റി പറയാറുണ്ട്, ചന്ദ്രൻ സൂര്യന്റെ ശക്തി കൊണ്ടാണ് പ്രകാശിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ അല്ല എന്നർത്ഥം. അപ്പോ വേറൊരു ശക്തിയുടെ വേറൊന്നിന്റെ ശക്തി കൊണ്ട് പ്രകാശിക്കുന്നതല്ല. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഉള്ള പ്രകാശത്തോടു കൂടിയ എന്നർത്ഥം. ഇരുട്ടുണ്ടെങ്കിൽ ആ ഇരുട്ടിനെ പോലും പ്രകാശിപ്പിക്കുന്ന ആള് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അടുത്തത് ഭോജനം. ഭോജനം. ഭോജനം എന്നുള്ളത് പറഞ്ഞാൽ സാധാരണ നമുക്കറിയാം, ഭോജനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ള അർത്ഥമാണ്. ഭക്ഷിക്കാവുന്ന എന്നുള്ള അർത്ഥം. ഭക്ഷണം, ക്ഷണം, അപ്പോ ഈ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാല് ഈ നമ്മൾ വായ കൊണ്ട് കഴിക്കുന്നത് അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഉള്ളതൊക്കെ നമുക്ക് ഭക്ഷണമാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആസ്വദിക്കുന്നതൊക്കെ ഭക്ഷണമായിട്ട് കൂട്ടാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന എന്നർത്ഥം. അല്ലെങ്കിൽ അതിന് ഒക്കെ കാരണമാകുന്ന എന്നൊക്കെ അർത്ഥം. അതൊക്കെയാണ് ഭോജനം. ഭോജനം ചെയ്യുക, ഭോഗം. ഭോജനം ചെയ്യുന്ന എന്നുള്ള വാക്കിന് വേറൊരർത്ഥം ഈ ഭോഗം ചെയ്യുക. ഭോഗം എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിക്കുക എന്നുള്ളതാണ്. അനുഭവിക്കുന്നത്, അതാണ് ഭോജനം. അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോ മഹാവിഷ്ണു ആയാലും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്ന ആണ്. അതാണ് ഭോജനം. പിന്നെ ഭോക്താ. ഭോക്താ. ഭ്രാജിഷ്ണുർ ഭോജനം ഭോക്താ. ഭോക്താവ് എന്നുള്ള വാക്ക്. ഭ്രാജിഷ്ണു ഭോജനം ഭോക്താ. ഭോക്താവാണ്. ഭോക്താവ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നയാൾ. അനുഭവിക്കുന്നയാള്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു അനുഭവിക്കാൻ പറ്റുന്നതാണ് ഭോജനം എന്ന് പറഞ്ഞു. ആ അനുഭവിക്കാൻ പറ്റുന്നത് മാത്രല്ല, അതിനെ അനുഭവിക്കുന്നയാളും ആണ്. അതുകൊണ്ടാണ് ഭോക്ത എന്ന് പറയാൻ കാരണം. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അനുഭവിക്കുന്നയാളും മഹാവിഷ്ണു തന്നെ. അതാണ് ഭോക്ത. പിന്നെ സഹിഷ്ണു. ഭ്രാജിഷ്ണു ഭോജനം ഭോക്ത. അപ്പോ ഭ്രാജിഷ്ണു എന്നുള്ളത് ഉകാരാന്തമായിട്ടുള്ള രൂപമാണ്. അപ്പൊ അവിടെ ഉകാരാന്തമായത് കൊണ്ട് തന്നെ ഭ്രാജിഷ്ണവേ എന്ന് വരും. ഭ്രാജിഷ്ണവേ നമ. പിന്നെ ഭോജനം എന്നുള്ളത് അകാരാന്തമാണ്. ഭോജനായ, അത് അകാരാന്തം നപുംസലിംഗാണ്, എന്നാലും ഭോജനായ എന്ന് രൂപം വരും. അടുത്തത് ഭോക്ത എന്നാണ്. ഭോക്ത എന്നുള്ളത് ഋകാരാന്തമാണ്, ഭോക്തൃ ശബ്ദമാണ്. അപ്പൊ ഭോക്ത്രേ എന്ന് വരും. ഭോക്ത്രേ നമ. അടുത്തത് സഹിഷ്ണു. സഹിഷ്ണു എന്നുള്ള പദം. സഹിഷ്ണു എന്നുള്ള വാക്കിനെ നമുക്ക്
സംസ്കൃതം അറിയുന്നവർക്കൊക്കെ അറിയാം, സഹിക്കുന്നയാള് എന്നൊരർത്ഥമുണ്ട്. സഹിക്കാൻ പറ്റുന്ന, സഹിക്കുക, ക്ഷമയോട് കൂടിയിട്ട് അതിനൊക്കെ സഹിക്കുന്ന ഒരാള്, സഹിഷ്ണു, സഹിക്കുന്നയാള് എന്നർത്ഥം. അപ്പൊ എന്ത് സംഭവിച്ചാലും അതൊക്കെ ക്ഷമയോട് കൂടിയിട്ട് സഹിക്കാൻ കഴിവുള്ളയാള് എന്നർത്ഥം. അപ്പൊ അതൊക്കെ ആണ് മഹാവിഷ്ണുവിന്റെ സഹിഷ്ണു എന്നുള്ളതിനെ കൊണ്ട്. അപ്പോ പല പല സൃഷ്ടികൾ പല പല കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതിനൊക്കെ അതിൻ്റെതൊക്കെ ഓരോ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കുന്നയാള്, സഹിഷ്ണു. അതും ഉകാരാന്താണ്. അപ്പൊ സഹിഷ്ണവേ എന്ന് വരും. സഹിഷ്ണവേ നമ. പിന്നെ ജഗത് ആദിജ. ജഗത്ത് എന്ന് പറഞ്ഞാൽ ജഗത്ത് തന്നെ. ആദിജ, ആദി എന്ന് പറഞ്ഞാൽ ആദ്യത്തില്, ജ എന്ന് പറയുമ്പോൾ ജനിച്ച. അപ്പോ ലോകത്തില് ആദിയില് ജനിച്ച. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ജനിച്ച എന്നർത്ഥം. ലോകത്തിന്റെ ആരംഭത്തില് ജനിച്ച. അപ്പോ ലോകത്തിന്റെ ആരംഭത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ആരംഭത്തിന് മുമ്പ് ജനിച്ചു എന്ന് തന്നെയാണ്. അപ്പോ ഒക്കെ ലയിക്കുന്ന സമയത്ത് തന്നെ ഉണ്ട്, അവിടെ നിലവിലുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ അത് തന്നെ ഉണ്ടാവാൻ കഴിഞ്ഞത്. അപ്പൊ ജഗത് ആദിജ, ജഗത്തിന്റെ ലോകത്തിന്റെ ആരംഭത്തില് തന്നെ ജനിച്ച എന്നർത്ഥം, ഉള്ള എന്നർത്ഥം. ജഗദാദിജ, ജഗദാദിജ അത് അകാരാന്താണ്. ജഗദാദിജായ എന്ന് വരും. അടുത്തത് അനഘ എന്നാണ്. അനഘ, അനഘ എന്നുള്ള വാക്കിന്റെ അഘം, അതാണ് അനഘം. അഘം എന്നുള്ള വാക്കിന് പാപം എന്നൊരർത്ഥമുണ്ട്. പാപം, പാപം ആയിട്ടുള്ള, ഇല്ലാത്ത എന്നർത്ഥം. പാപം ഇല്ലാത്തയാള്, അതാണ് അനഘ. അത് സ്ത്രീലിംഗമായിട്ട് നമുക്ക് അറിയാം, അനഘ എന്നുണ്ട്. അപ്പൊ അത് അനഘ എന്ന് പുല്ലിംഗമായിട്ടുള്ള പേരുകൾ ധാരാളമായിട്ട് കാണാറില്ല. സ്ത്രീലിംഗമായിട്ടേ പൊതുവെ കാണാറുള്ളൂ എന്ന് മാത്രം. പക്ഷെ അത് പുല്ലിംഗമായിട്ട് പ്രയോഗിക്കാം. കാരണം മഹാവിഷ്ണുവിന്റെ പേരുണ്ടല്ലോ, അനഘ എന്ന് പേരിടാൻ വേണമെങ്കിൽ. അനഘ, അഘമില്ലാത്തയാള്, മാലിന്യങ്ങള് ഇല്ലാത്തയാള്. പിന്നെ പൂർണ്ണൻ എന്നർത്ഥം. ഒരു തരത്തിലും അപൂർണതകൾ ഇല്ലാത്തയാള് എന്നൊക്കെ അർത്ഥമായിട്ട്. അനഘോ. പിന്നെ വിജയ, അനഘ, വിജയ. അനഘ എന്നുള്ളത് അകാരാന്തമാണ്. അപ്പൊ അനഘായ എന്ന് വരും. അനഘായ നമ. അടുത്തത് വിജയ. വിജയ, വിജയം എന്നുള്ള വാക്കിന് നമുക്ക് പൊതുവായിട്ട് അറിയുന്ന അർത്ഥം തന്നെയാണ് വിജയമുള്ളയാള്. അത് തന്നെയാണ് വിജയി. ഏതിൽ നിന്നൊക്കെ ആണോ ജയിക്കേണ്ടത് അതിൽ നിന്നൊക്കെ ജയിക്കുന്നയാള്. പിന്നെ ഒന്നിനു പോലും അടിമയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ അതീതനാണ്. അവിടെ നിന്നൊക്കെ ജയിക്കും. പിന്നെ ഈ വിജയൻ എന്നുള്ള വേറൊരു പേരുണ്ട് കേട്ടോ. ഈ അർജുനന് ഒരു പേരുണ്ട്. അർജുനന്റെ 10 പേരുകളിൽ ഒരു പേരാണ് വിജയ എന്നുള്ളത്. അപ്പോ അർജുനൻ ആരാണ്? മഹാവിഷ്ണുവിന്റെ നരനാരായണ അവതാരത്തിലുള്ള ഒരു രൂപം തന്നെയാണ് വിജയ. അങ്ങനെയും ഒരർത്ഥമായിട്ട് വരുന്നുണ്ട്. വിജയ, വിജയോ. ജേത, ജേത എന്നുള്ള വാക്കിന്റെ എന്താർത്ഥം? ജയിക്കുന്നയാള്, ജേതാവ്, ജയിക്കുന്നയാള്. എല്ലായ്പ്പോഴും വിജയിക്കുന്നു. എന്ത് സംരംഭം ഉണ്ടെങ്കിലും അവിടെയൊക്കെ ജയിക്കുന്നയാള്. എന്ത് സംരംഭം ഉണ്ടെങ്കിലും വേറെ ആരും ജയിക്കില്ല, അവനോ അദ്ദേഹം മാത്രമേ ജയിക്കുള്ളൂ. പരാജയം എന്നുള്ളത് ഇല്ലാത്ത, ജയം മാത്രമുള്ള. അനഘോ വിജയോ ജേത, അനഘോ വിജയോ ജേത അല്ലെ? അനഘോ വിജയോ ജേത. വിശ്വയോനി, വിശ്വയോനി. വിശ്വം എന്നുള്ള വാക്ക്, യോനി, അങ്ങനെ 2 വാക്കുകൾ കൂടിയിട്ടാണ് വിശ്വയോനി. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്നർത്ഥം. യോനി എന്ന് പറഞ്ഞാൽ ഉറവിടം എന്നർത്ഥം. അപ്പൊ വിശ്വത്തിന്റെ യോനി, അപ്പൊ വിശ്വത്തിന്റെ സ്രഷ്ടാവാണ്, വിശ്വത്തിന്റെ കാരണക്കാരൻ. വിശ്വം ഏത് സൃഷ്ടിക്കപ്പെടാനുള്ള കാരണക്കാരൻ, അതാണ് വിശ്വയോനി എന്നുള്ള അർത്ഥം. പിന്നെ പുനർവസു, അടുത്തത് വിശ്വയോനി എന്നുള്ളത് ഇകാരാന്തമായിട്ടുള്ള
അതാണ് ഇകാരാന്ത പുല്ലിംഗമാണ് വിശ്വയോനയേ എന്ന് വരും. അപ്പൊ ജേത എന്നുള്ളത് ഋകാരാന്താണ്, ജേതൃ ശബ്ദമാണ്. അപ്പൊ ജേത്രേ നമ എന്ന് വരും. ജേത്രേ നമ. അപ്പോ ഭ്രാജിഷ്ണവേ നമ, ഭോജനം ഭോജനായ നമ, ഭോക്ത്രേ നമ, സഹിഷ്ണുർ സഹിഷ്ണവേ നമ, ജഗദാദിജായ നമ, അനഘായ നമ, വിജയായ നമ, ജേത്രേ നമ. അടുത്തത് വിശ്വയോനി, അത് വിശ്വയോനയേ നമ, വിശ്വയോനയേ നമ. പിന്നെയുള്ളത് പുനർവസു. പുനർവസു, വസു എന്നുള്ളതിന് ഐശ്വര്യം എന്നൊക്കെ അർത്ഥമുണ്ട്. ഐശ്വര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈശ്വരഭാവം, വീണ്ടും വീണ്ടും ഈശ്വരഭാവം ഉണ്ടാവുക. പിന്നെ വേറൊരു അർത്ഥം എന്ന് വെച്ചാല് ജീവിക്കുക, വീണ്ടും വീണ്ടും ജീവിക്കുക. ജീവജാലങ്ങളിലൊക്കെ പിന്നെയും പിന്നെയും ജീവിക്കുക, വീണ്ടും വീണ്ടും ജീവിക്കുന്ന ആള് എന്നൊരർത്ഥവും കൂടി ഈ പുനർവസു എന്നുള്ള വാക്കിന് ഉണ്ട്. പുനർവസു എന്നുള്ള വാക്കിനുണ്ട്. അപ്പോ രാജിഷ്ണുർ ഭോജനം ഭോക്ത വിശ്വയോനി പുനർവസു. പുനർവസു എന്നുള്ളത് ഉകാരാന്താണ്. അപ്പൊ പുനർവസവേ നമ എന്ന് വരും. പുനർവസവേ നമ. അപ്പൊ ഭ്രാജിഷ്ണുർ ഭോജനം ഭോക്ത സഹിഷ്ണുർ ജഗദാദിജ അനഘോ വിജയോ ജേത വിശ്വയോനി പുനർവസു. നമുക്ക് രണ്ടു കൂടി ഒന്ന് ചൊല്ലി നോക്കാം. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംഷ്ട്രശ്ചതുർഭുജ ഭ്രാജിഷ്ണുർഭോജനം ഭോക്ത സഹിഷ്ണുർജഗദാദിജ അനഘോ വിജയോ ജേത വിശ്വയോനി പുനർവസു. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതിയാക്കാം. അപ്പൊ ഇത് നിർത്തിയതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും ചൊല്ലുകയും ചെയ്യാം.